നമസ്കാരം, നമസ്തേ. ഇന്ന് 13/3/2026 ഈ പ്രത്യേക അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം നൽകുന്നത് സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് പരമ്പരാഗത വൈദ്യ സമൂഹത്തിന്, പാരമ്പര്യ വൈദ്യന്മാർക്ക് ഉള്ള ഒരു സന്തോഷ വാർത്തയുമായാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന വരുന്നത്. അതെന്തെന്നാൽ 20,000-ലേറെ കൊല്ലത്തിലേറെ പഴക്കമുള്ള പാരമ്പര്യ വൈദ്യം കേരളത്തിൽ അംഗീകരിക്കണമെന്നും എല്ലാ പാരമ്പര്യ വൈദ്യന്മാർക്കും രജിസ്ട്രേഷൻ അവർ ഗവൺമെൻറ്റിൻ്റെയോ പോലീസിൻ്റെയോ ഫോറസ്റ്റിൻ്റെയോ എക്സൈസിൻ്റെയോ മറ്റേത് വകുപ്പിൻ്റെയോ പൊതുജനങ്ങളുടെ അഥവാ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവമില്ലാതെ അവരുടെ പരമ്പരാഗത വൈദ്യം ചെയ്യാനുള്ള ഒരു അന്താരാഷ്ട്ര ഒഫീഷ്യൽ എന്നുള്ള നിലയിൽ ഞാൻ രാഷ്ട്രപതി ഭവന് പ്രത്യേക കത്ത് നൽകിയിരുന്നു. അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഏകദേശം രാഷ്ട്രപതിയുടെ ഔദ്യോഗിക സെക്രട്ടറി മാഡം ഓണറബിൾ ലക്ഷ്മി മെഹ്റ ഭൂഷണം ബഹുമാനപ്പെട്ട കേരള ചീഫ് സെക്രട്ടറിയോട് ഈ ഗൗരവമായ പഠന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കണമെന്നും എത്രയും പെട്ടെന്ന് രാഷ്ട്രപതി ഭവനും ഇതിൽ പഠന റിപ്പോർട്ട് നൽകിയ എനിക്കും പ്രത്യേകം മറുപടിയും ഉത്തരവും നൽകണമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചതായിട്ടുള്ള കത്ത് എനിക്ക് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എനിക്ക് വന്ന കത്തിൻ്റെ കോപ്പി അങ്ങോട്ട് അയച്ചു തരാം. പക്ഷേ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം ചില നിയമപ്രശ്നങ്ങളുമുണ്ട്. എന്തായാലും പരമ്പരാഗത വൈദ്യന്മാരെ സഹായിക്കാൻ എൻ്റെ നീണ്ടകാലത്തെ പഠനവും അവർക്ക് പ്രത്യേക രജിസ്ട്രേഷനും നൽകണമെന്നും അവരെ വൈദ്യസമ്പ്രദായത്തിൻ്റെ ഭാഗമായി അലോപ്പതി, സിദ്ധ, യുനാനി, ഹോമിയോ, ആയുഷിൻ്റെ കീഴിൽ ഇവർക്കും പ്രത്യേക വിഭാഗമുണ്ടാക്കണമെന്നും ഇവരെ പ്രത്യേക രജിസ്ട്രേഷൻ നൽകി ഇവരെ ഒരാളും ഉപദ്രവിക്കാത്ത രീതിയിൽ ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിൽ പാരമ്പര്യ വൈദ്യന്മാരെ എല്ലാ അർത്ഥത്തിലും സഹായിക്കണമെന്നും നിലനിർത്തണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇതിൻ്റെ ആദ്യത്തെ നടപടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് വന്നു. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ കേസ് 126/2026 രജിസ്റ്റർ ചെയ്ത് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പാരമ്പര്യ വൈദ്യന്മാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർ യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത, അപകടങ്ങളില്ലാത്ത ചികിത്സയാണ് ലോകത്തിന് നൽകുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹവും കടപ്പാടും വാത്സല്യവും ഞാൻ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രത്യേകം രേഖപ്പെടുത്തുന്നു. താങ്ക് യു. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.